Prabhas is a god. Prabhas. അമിതാഭ് ബച്ചൻ കിടിലം. സൂപ്പർ പടം, ഒരു രക്ഷയില്ല. ഇന്ത്യൻ സിനിമയിൽ ഇത്രയും ലെവലായിട്ട് ഹോളിവുഡ് ലെവൽ എന്ന് പറയാൻ പറ്റുന്ന വേറൊന്നും വന്നിട്ടില്ല. Fine, he is awesome, man. He is hero. Mind blowing. വിഷയം പടം ഒന്നും പറയാനില്ല, കാണണം. എന്റെ പൊന്നോട്ട, ഇന്ത്യൻ സിനിമയിൽ ഇങ്ങനെ ഒന്നും ഇല്ല. മാർവലിന്റെ സമയത്ത് എന്റെ പൊന്നു ലാസ്റ്റ് കാണണം. എന്റെ മോനെ രോമാഞ്ചം. വിഷയം പടം ഒന്നും പറയാനില്ല. കാണണം, കണ്ടേ തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ വേണം. വേറെ ഒന്നുമില്ല ഇവിടെ പറയാൻ. വിഷയ സാധനമാണ്. ചില നെഗറ്റീവ് ആളുകൾ പറയും, അത് വിശ്വസിക്കരുത്. Bhaiya, super bhaiya. Blockbuster. Bob Gita. Prabhas is a god. Superstar. Prabhas. അമിതാഭ് ബച്ചൻ കിടിലം. ഒരു രക്ഷയില്ല, എല്ലാരും പോയി കാണാം. കിടിലം പടം. മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ് ആണോ? മസ്റ്റ് വാച്ച് ആണ്. ഏതാ അങ്ങനെ ലൈക് സ്റ്റോറി എന്തായാലും ഭയങ്കര ഡിഫറെന്റ്. സോ അത് കാണുമ്പോൾ നമുക്ക് അങ്ങനെയൊന്നും തോന്നത്തില്ല. ബട്ട് എല്ലാരും കാണേണ്ട ഒരു സമയം തിയേറ്ററിൽ തന്നെ വന്ന് കാണേണ്ട നല്ല പടമാണ്. ഫാമിലി ആയിട്ടാണോ കാണാവുന്നത്? ഫാമിലി ആയിട്ടാണ്. എങ്ങനെ ആരുടെ പെർഫോമൻസ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്? എല്ലാവരുടെയും പെർഫോമൻസ് ടോട്ടലി എങ്ങനെയുണ്ട്? എനിക്ക് അമിതാഭ് ബച്ചന്റെ പ്രത്യേകിച്ച് ഇഷ്ടപ്പെട്ടു. നല്ല അങ്ങനെ കോൺസെർട്ടൊന്നും ഇല്ല പറയാം. അമിതാഭ് ബച്ചന്റെ ഒരു പെർഫോമൻസ് നമ്മൾ വിചാരിച്ച രീതിയിൽ തന്നെയാണോ? ടോട്ടലി ശോഭനയുടെ ഒരു പെർഫോമൻസ് എങ്ങനെയുണ്ട്? ശോഭനയുടെ എല്ലാവർക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്ത മൂവിയാണ്. മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ് അതെ അത് മസ്റ്റ് വാച്ച് തിയേറ്റർ. കമൽഹാസൻ ഇനിയും ചിലപ്പം പിന്നീടായിരിക്കും റോള്. കമൽഹാസന് ചെയ്തു വെച്ചേക്കുന്ന എല്ലാവരും അടിപൊളിയാണ് ചെയ്തു വെച്ചേക്കുന്നത്. എല്ലാവരുടെ അഭിനയായാലും ലൈക്ക് VFX എല്ലാം പക്ക ഇന്ത്യൻ സിനിമയിൽ ഇത്രയും ലെവലായിട്ട് ഹോളിവുഡ് ലെവൽ എന്ന് പറയാൻ പറ്റുന്ന വേറൊന്നും വന്നിട്ടില്ല. DQന്റെ ക്യാമിയോ നല്ലതായിരുന്നു. അതിലും അപ്പുറം വേറെ കുറെ ക്യാമിയോകളൊക്കെ ഉണ്ടായിരുന്നു. ബാക്കി എല്ലാ ക്യാമിയോകളും നല്ലതായിരുന്നു. ടോട്ടലി മ്യൂസിക് എഫക്റ്റ് ഒക്കെ എങ്ങനെയുണ്ട്? എഫക്റ്റും എല്ലാം നല്ലതായിരുന്നു. മ്യൂസിക് എങ്ങനെയുണ്ട്? മ്യൂസിക് നല്ലതായിരുന്നു. മ്യൂസിക് ആണ് എനിക്ക് കുറച്ചും കൂടെ ബെറ്റർ. മേ ബി പലർക്കും പല അഭിപ്രായമായിരിക്കും. മ്യൂസിക് ട്രെയിലർ കാണുന്ന ആ ഒരു എഫക്റ്റ് ഒക്കെ പടം കാണുമ്പോൾ കിട്ടുന്നത് അതിനെക്കാട്ടി എഫക്റ്റ് അടിപൊളിയാണ്. ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുണ്ട്. നമ്മൾ ഹോളിവുഡായിട്ട് അതൊന്നും കമ്പയർ ഉണ്ടായി. ബെസ്റ്റ് പടം. ആ ലെവലൊന്നും അല്ല, അത് വേറെ ബഡ്ജറ്റ്. ആ ബഡ്ജറ്റ് വെച്ച് നോക്കണ്ട, പക്ഷെ ഉഗ്രമായിട്ട് എടുത്തു. സെക്കൻഡ് പാർട്ടല്ല, ഇതിന്റെ സീരീസ് തുടർന്നുണ്ട്. മഹാഭാരതം മുതലുള്ള ആ സീരീസാണ് അപ്പൊ ഈ ലാസ്റ്റ് വന്നിട്ടുള്ള ഇതിനിങ്ങനെ കണ്ടിന്യൂ നന്നായിട്ട് എടുത്തു. ആദ്യം ഉണ്ട് അവസാനം. മഹാഭാരതം വിഷ്വൽസ് ഒക്കെ എങ്ങനെയുണ്ട്? അടിപൊളി. അങ്ങനെ കമ്പാരിസൺ അല്ല, നമ്മുടെ ഇന്ത്യയിലെ ഒരു ഹോളിവുഡ് പടം. സൂപ്പർ സംഗതി. സെക്കൻഡ് പാർട്ടുണ്ട്. പാർട്ട് ഡീറ്റെയിലിംഗ് ആണ്. സെക്കൻഡ് പാർട്ട് ഈ 700 കോടി ഉണ്ടായിരുന്നെങ്കിൽ സത്യം പറയാം മലയാളത്തിൽ നമുക്കൊരു 100 സിനിമ അടിപൊളിയായിട്ട് എടുക്കാമായിരുന്നു. പറയാതിരിക്കാൻ വയ്യ, ഉള്ള കാര്യം പറയാനില്ല. ചുമ്മാ ചവറുകൾ വാരി ഇട്ടേങ്ങനെ ഇതിൽ. മലയാള സിനിമയാണെങ്കിൽ ഇത് എന്ത് അടിപൊളിയായിട്ട് നമുക്ക് എടുക്കണം. എന്ത് നല്ല സിനിമകൾ. സത്യം പറയാൻ സമയം പോണില്ല. സത്യം പറയാല്ല. 4 മണിക്കൂർ. പിന്നെ എന്നാലും പിന്നെ കമൽഹാസൻ ഉള്ളത് കൊണ്ട് സെക്കൻഡ് ഹാഫ് ഉണ്ട് പടത്തിന്. പടം സെക്കൻഡ് ഹാഫ് ഉണ്ട്. എന്തായാലും കൊള്ളാം, കുഴപ്പമില്ല. അത്യാവശ്യം പണം ഓടും, അത്യാവശ്യം പോവും എന്നാലും പറയാൻ പറ്റില്ല. കാര്യം ചെയ്യാൻ 4 മണിക്കൂർ ഇരുന്ന് പ്രാന്ത് പിടിച്ചു. ഇത് പിള്ളേർക്ക് ഇഷ്ടപ്പെടുള്ളൂ. പിന്നെ സെക്കൻഡ് ഹാഫ് ഉണ്ട്. ഫസ്റ്റ് ഹാഫിനെക്കാട്ടി സെക്കൻഡ് ഹാഫ് നല്ലതായിരിക്കും എന്നുള്ളൊരു ഇതുണ്ട്. അത്രേ പറയാനുള്ളത്. നല്ല മൂവിയാണ്. നല്ലൊരു വിഷ്വൽ ട്രീറ്റാണ് മൂവിയിൽ. നല്ല വിഷ്വൽ ട്രീറ്റാണ് മൂവി. പ്രഭാസ് സൂപ്പറായിട്ടുണ്ട്. അമിതാഭ് ബച്ചൻ സൂപ്പറായിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് കുറച്ചൊന്ന് ആവറേജ് ആണ്. സെക്കൻഡ് ഹാഫ് അത് പുള്ളി ചെയ്തിട്ടുണ്ട് നല്ലോണം. അതെല്ലാം വർക്കൗട്ട് ആയിട്ടുണ്ട്. പിന്നെ മൂവി കാണാൻ നേരത്തെ ഒരുപാട് ഇംഗ്ലീഷ് മൂവീസിന്റെ കുറെ സംഭവം എടുത്തിട്ടുണ്ട്. ഇപ്പൊ മെട്രിക്സും ട്രാൻസ്ഫോമേഴ്സും അതുപോലെ തന്നെ അവഞ്ചേഴ്സും ഒക്കെ ഒരു മിക്സ് എടുത്തിട്ടുണ്ട്. ഹിന്ദി സ്റ്റൈലിൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ നന്നായിട്ടുണ്ട്. വെറൈറ്റി എക്സ്പീരിയൻസ് ആണ്. നല്ല ഗ്രാഫിക്കൽ ട്രീറ്റ് ആണ്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ വളരെ മനോഹരമായിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് കുറച്ച് നമുക്ക് തോന്നുന്നു ചിലപ്പോൾ ഈ സാഹോ ഇറങ്ങിയത് പോലെയൊക്കെ പൊട്ടി പോകുന്ന ഡൗട്ട് ഉണ്ട്. പക്ഷെ സെക്കൻഡ് ഹാഫ് നല്ലോണം പുള്ളിയിട്ടുണ്ട്. ക്ലൈമാക്സ് നല്ല രസമായിട്ടുണ്ട്. ക്ലൈമാക്സ് നല്ലതായിരുന്നു കേട്ടോ. ക്ലൈമാക്സ് സെക്കൻഡ് പാർട്ടിന് വേണ്ടിയിട്ടുള്ള ഒരു സാധനം നല്ല കാര്യമായിട്ട് ഇട്ടിട്ടുണ്ട്. ദുൽഖറൊക്കെ ചെറിയ ക്യാമിയോ മാത്രമേ ഉള്ളൂ. ദുൽഖറിന്റെ ഒന്നും വലിയ ഇതില്ല. പക്ഷെ അന്നാബെന്നിന്റെ കിടിലമായിട്ടുള്ള ശോഭന അത്യാവശ്യം ഇത് റോളുണ്ട്. എനിക്ക് അന്നാബൻ കുറച്ച് നന്നായിട്ട് ടൈം എടുത്തിട്ടുള്ള ഇത് റോൾ ഉണ്ടായിരുന്നു. പ്രഭാസ് നല്ലതായിരുന്നു. പിന്നെ അവസാനം
ക്ലൈമാക്സ് നല്ലതാണ്. ക്ലൈമാക്സ് വന്നിട്ട് സെക്കൻഡ് ഹാഫിൽ അത് പുള്ളിയിട്ടുണ്ട്. പിന്നെ കുറേ മൂവീസിന്റെ ഒരു സീക്വൻസ് ഇംഗ്ലീഷ് മൂവീസിന്റെ കമ്പൈൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഓവറോൾ എന്തായാലും തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. 3D തന്നെ കാണണം. 3D എഫക്റ്റിൽ നന്നായിട്ടുണ്ട്. കാരണം നമ്മൾ ഫസ്റ്റ് ഹാഫ് കാണുമ്പോൾ ചെറിയ ബോംബാണെന്നൊക്കെ തോന്നിപ്പോകും. പക്ഷെ അല്ല, സെക്കൻഡ് ഹാഫിൽ നല്ലോണം പുള്ളിയിട്ടുണ്ട്. നല്ല മൂവിയാണ്. മസ്റ്റ് വാച്ച് ഇൻ തിയേറ്ററിൽ തന്നെ കാണണം. ഫസ്റ്റ് ഹാഫ് ഇത്തിരി ലാഗ് ആയിരുന്നു, പിന്നെ സെക്കൻഡ് ലാഗ് ഹാഫ് കൊള്ളായിരുന്നു. നൈസായിരുന്നു. VFX കുഴപ്പമില്ല, സ്റ്റാൻഡേർഡ് ഉണ്ട്, നൈസാണ്. പിന്നെ ക്ലൈമാക്സ് ഒക്കെ അടിപൊളിയായിരുന്നു. പ്രഭാസ് നല്ല ആക്ടിങ്, കൊള്ളായിരുന്നു. ദുൽഖർ സൽമാൻ ഉണ്ട്, പക്ഷേ ചെറിയൊരു ഗ്ലിംസേ ഉള്ളൂ, പക്ഷേ കൊള്ളായിരുന്നു. ഓ, അത് ഗംഭീരമായിരുന്നു, കൊള്ളായിരുന്നു. 8 feet എന്നാണ് പറഞ്ഞത്. ഓ, നന്നായിട്ട് വർക്കൗട്ട് ആയി, കൊള്ളാം. വലിയ ബോറില്ലായിരുന്നു, കൊള്ളായിരുന്നു. ഓ, നൈസാണ്. I'm from Guntur and Amravati. So I came here cinemas to watch Kalki. It is nice. Second part is mind blowing and awesome. You can watch super movie. Fine, he is awesome, man. He is hero, the rebel star hero. After Salar, it is nice. It is about all Mahabharatam. That's all. You can be entertained also. First half somewhat lag, but second half it is superb, mind blowing. Fight we can't match. Yeah, this is one of highlight movie. Highlight part you need. Yeah. Last 30 minutes fight. This is awesome, right?